പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ഒരു മെൻ്റലിസ്റ്റ് ട്രിക്കിൻ്റെ ഒരു റിവീലേഷനാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഞാൻ മെൻ്റലിസം പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അവിചാരിതമായിട്ടാണ് ഒരു വീഡിയോ കാണാനിടയായത്. ആക്ച്വലി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കൗമുദി ടി വിയിൽ വന്ന ഒരു വീഡിയോ ആണ്. ഫാസിൽ ബഷീർ എന്ന മെൻ്റലിസ്റ്റും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഒരു യൂട്യൂബർ. അദ്ദേഹം നിരവധി ഷോകളൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹവും ധ്യാൻ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ട്രിക്കാണ് സംഭവം. അപ്പോൾ ഞാനൊന്ന് ഔചാരികമായിട്ടത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അതിൻ്റെ ഒരു തോട്ട് വന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ള വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പോസിബിലിറ്റിയാണ്. അതായത് മെൻ്റലിസം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്, അതുപോലെ തന്നെ മെൻ്റലിസ്റ്റായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ പകുതി സൈക്കോളജിയും പകുതി മാജിക് ട്രിക്കും കൂടിയതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏതാണ് ട്രിക്കെന്നോ ഏതാണ് സൈക്കോളജി എന്നോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അദ്ദേഹം ഈ വീഡിയോയിൽ വളരെ പെട്ടെന്നാണ് ഈ ട്രിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ആ ട്രിക്ക് വളരെ എവിഡൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ആ ട്രിക്ക് എങ്ങനെയാണ് അവർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ, അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ അദ്ദേഹം നിരവധി സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കുറേ ബിലീഫ്സിന് എതിരെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിരവധി ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രിക്കിലേക്ക് കിടക്കാം. അപ്പോൾ അവിടെ ചെയ്തത് എന്താണെന്ന്, അദ്ദേഹം അവിടെ ചെയ്തത് എന്താണെന്ന് ഞാൻ ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ധ്യാൻ ശ്രീനിവാസൻ അവിടെയുണ്ട്, അതുപോലെ തന്നെ അവതാരകയുണ്ട്, ഫാസിൽ ബഷീർ ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം കാണിക്കുന്നത് കുറച്ച് ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു ബഞ്ചോളം കാർഡ്സ് ഉണ്ട്. കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു 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 പാക്കറ്റ് കാർഡിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള പോലെയാണ് തോന്നുന്നത്. കണ്ടിട്ട് ചിലപ്പോൾ ഒരു പാക്കറ്റ് കാർഡ്സ് തന്നെ അത്രയും എണ്ണം തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ്സ് അദ്ദേഹം കയ്യിൽ പിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പുറത്തേക്ക് കാർഡിൻ്റെ മറുഭാഗം പിറകിലേട്ടും ഇങ്ങനെ കാണുന്ന രീതിയിൽ. എന്നിട്ട് ധ്യാൻ ശ്രീനിവാസനോട് അത് ഓരോ കാർഡ്സും തുറന്ന് കാണിക്കുന്ന ആദ്യത്തെ കാർഡ്സുകൾ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് ക്യാമറയിൽ ഫോക്കസ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറയുമ്പോൾ. ഇതുപോലെ കാർഡ്സുകൾ തുറന്ന് കാണിക്കുന്നു. എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സുകളാണെന്ന് അവരെ ധരിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഓരോ കാർഡുകളും സ്ലോവിൽ അദ്ദേഹത്തോട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ കാർഡുകൾ വെച്ചിട്ട് ഓരോ കാർഡും എടുത്ത് മാറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു കാർഡ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഓരോ കാർഡുകളും അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാർഡ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ആദ്യത്തെ കാർഡ് എടുത്തപ്പോൾ തന്നെ സ്റ്റോപ്പ് പറയുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് തമാശയോടുകൂടി ഈ ഒരു ട്രിക്ക് പൊളിയുന്നു എന്നുള്ള രീതിയിൽ വിചാരിക്കാനായിട്ട് ഉള്ള രീതിയിലൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഈ കാർഡ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നു, ധ്യാൻ ശ്രീനിവാസന് കൊടുക്കുന്നു, ക്യാമറയോട് കാണിക്കാൻ പറയുന്നു. അപ്പോൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ അതൊരു ക്ലബ്സ് ഓഫ് 3 എന്നുള്ള ഒരു കാർഡാണ്. അപ്പോൾ അത് പ്രേക്ഷകർ കാണുന്നു. ആ കാർഡ് ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം ഫാസിൽ ഈ പാക്കറ്റ് ഓഫ് കാർഡ് എടുത്ത് പോക്കറ്റിലിടുന്നു. പിന്നെ ഈ കാർഡിനെ പറ്റിയും മറ്റുള്ള കാർഡുകളെ പറ്റിയൊന്നും അവിടെ സംസാരിക്കുന്നില്ല. അതിനുശേഷം പിന്നെ ഫാസിൽ അദ്ദേഹത്തോട് അദ്ദേഹം വിചാരിച്ച കാർഡ് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ആ കാർഡ്സ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. അതിനുശേഷം ഒരു സൈക്കോളജിസ്റ്റ് ഹിപ്നോട്ടിസത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവചനം നടത്തുന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ഇത് തെറ്റാണെന്ന് കാണുമ്പോൾ മാജിക്ക് പൊളിഞ്ഞു, അല്ലെങ്കിൽ മെൻ്റലിസം വർക്കായില്ല എന്ന് പറഞ്ഞ്
നിൽക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ധ്യാൻ ശ്രീനിവാസൻ്റെ കൈ എടുത്തുകൊണ്ട് തൻ്റെ എൽബോയുടെ കൈയുടെ അവിടേക്ക് കൈവയ്ക്കുന്നു. അതിനുശേഷം ഒരു മെൻ്റലിസ്റ്റ് ട്രിക്കുകളൊക്കെ പോലെ രീതിയിൽ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റൊക്കെ കാണിച്ചുകൊണ്ട് കൈ തുറക്കുമ്പോൾ കയ്യിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ കയ്യിലുണ്ടായിരുന്ന കാർഡിൻ്റെ പടം അവിടെ കയ്യിൽ കാണുന്നു. ഇതാണ് അദ്ദേഹം ചെയ്ത ട്രിക്ക്. അപ്പോൾ അദ്ദേഹം അതൊരു സൈക്കോളജി, ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ പലരും വിചാരിക്കുന്നത് ഇതൊരു സൈക്കോളജി ട്രിക്കാണെന്നാണ് അല്ലേ. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ വിചാരിച്ചിരുന്ന കാർഡ് തന്നെ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു. കാരണം അവിടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ സമയത്തൊന്നും കൈ തുറന്നുകൊണ്ടൊന്നും എഴുതുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് എഴുതാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ കാർഡ് കാണിച്ചപ്പോൾ നിരവധി കാർഡുകൾ അതിലുണ്ട്. അപ്പോൾ ഏത് കാർഡ് വേണമെങ്കിലും ധ്യാൻ ശ്രീനിവാസന് വന്ന് എടുക്കാം. അപ്പോൾ പല പോസിബിലിറ്റീസും ഉണ്ട് അവിടെ. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി പ്രേക്ഷകർക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. പലരും ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണെന്നും അദ്ദേഹത്തിന് സൈക്കോളജിക്കലായിട്ടുള്ള പവർ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ അദ്ദേഹവും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ ഒരു ഷോ എന്ന് പറയുന്നത്. മറ്റുള്ള പ്രേക്ഷകർക്ക് എന്താണെന്ന് അതിൻ്റെ ഉത്തരം പിടികൊടുക്കാതെ പ്രേക്ഷകരെ ഒരു വിസ്മയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ് ഒരു ട്രിക്ക് ചെയ്യുന്ന വ്യക്തിയുടെ വിജയവും ആ വ്യക്തി ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട്, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയേനെ. അപ്പോൾ ഗസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർക്കും. പക്ഷേ നമ്മൾ ഈ ട്രിക്ക് കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ നിങ്ങൾക്കായാലും ആ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്കും ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും വലിയ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ നടന്നിരിക്കാവുന്ന ഒരു സാധ്യതയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ നടക്കണമെന്നില്ല, വേറെ പല രീതിയിലും നടക്കാം. പക്ഷെ നടന്നിരിക്കാവുന്ന ഒരു സാധ്യതയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും അതുപോലെ സംസാരവും ഒക്കെ ഒരു സൈക്കോളജിക്കൽ ഒരു രീതിയിലായിരുന്നെങ്കിലും, പക്ഷേ അവിടെ അദ്ദേഹം ആകെ യൂസ് ചെയ്തിരിക്കുന്നത് മാജിക് ട്രിക്കുകൾ മാത്രമാണ്. അല്ലാതെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സ്വാധീനമോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ക്ലിയറായിട്ട് സാധാരണ ഒരു മാജിക്കാരൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ വാക്കുകളിൽ ഒക്കെ സൈക്കോളജിക്കലായിട്ടുള്ള രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവിടെ സവിശേഷമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിക്കിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അദ്ദേഹം ആദ്യം കാണിക്കുന്നത് കാർഡുകളുടെ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം കയ്യിൽ പിടിക്കുന്നു. ഈ കാർഡുകൾ ഓരോന്നും തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കാർഡ് ഒരു ബഞ്ച് ഓഫ് കാർഡാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എണ്ണം ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ഈ കാർഡ് എടുത്തിട്ടപ്പോൾ ഷഫിൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. കയ്യിൽ നിന്ന് എടുത്ത കാർഡ് അതുപോലെ തന്നെ മറിച്ച് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം തുറന്ന് കാണിക്കുകയാണ്. പക്ഷെ ആ തുറന്ന് കാണിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, താഴെ വരുന്ന ഭൂരിഭാഗം കാർഡുകളും പുറത്തേക്ക് എക്സ്പോസ് ആവാത്ത രീതിയിലാണ് അദ്ദേഹം തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തെ മുൻനിരയിലിരിക്കുന്ന പല കാർഡുകളായിരിക്കും പ്രേക്ഷകർ കാണുന്നതും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർ കാണുന്നതും. അപ്പോൾ കാണുമ്പോൾ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം പെട്ടെന്ന് അടയ്ക്കുന്നു. പിന്നീട് അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ ഈ കാർഡുകൾ ഇങ്ങനെ മറയ്ക്കുന്നു. പിന്നെ വരുന്നത് ഏറ്റവും താഴെ ഇരുന്ന കാർഡാണ്. അപ്പോൾ ആ കാർഡ് പ്രേക്ഷകരുടെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അവതാരകരുടെയും മുന്നിൽ അദ്ദേഹം എക്സ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരാവുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ കാർഡിൻ്റെ ഏകദേശം ഒരു പകുതിയോളം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാം, ഈ പകുതിയോളം ഒറ്റ കാർഡ് ആണെങ്കിൽ, ഒരു കാർഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ കോപ്പി തന്നെ ഈ ഒരു പകുതിയോളം കാർഡുകളാണെങ്കിൽ ഈ ട്രിക്ക് നടത്താൻ വളരെ സിമ്പിളല്ലേ. ഇപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളവരും ആണെങ്കിൽ വേറെ ഒന്ന്, ഇവർക്കെല്ലാവർക്കും ഓരോ പ്ലാനുകളുണ്ടാവും. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ അത് മാജിക് അവതരിപ്പിക്കുന്നത്, അപ്പോൾ ടാർഗറ്റഡ് ആയിട്ടുള്ള അയാൾ ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹം ഗസ് ചെയ്യുന്ന രീതിയിലും അയാളുടെ പ്രവർത്തനം അനുസരിച്ചും അവരുടെ പ്ലാനുകളും എ ബി സി എന്നുള്ള രീതിയിൽ അത് മാറും. അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 2 കാർഡുകളാക്കാം. 2 കാർഡുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിനടുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അപ്പോൾ ആകെ കാണിക്കുന്നത് പുറമേ ഇരുന്ന ഈ കാർഡുകളാണ്. ഏകദേശം ഒരു 10-20ഓളം കാർഡുകൾ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ള കാർഡുകളൊക്കെ ചിലപ്പോൾ ഒരു കാർഡോ അല്ലെങ്കിൽ 2 കാർഡോ അല്ലെങ്കിൽ 3 കാർഡോ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കാർഡുകളായിരിക്കും. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാർഡിൻ്റെ പുറമേ നോക്കി വേണമെങ്കിൽ അത് ഗസ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇപ്പോൾ ഒരു കാർഡാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് തുടങ്ങുന്ന ഭൂരിഭാഗം കാർഡുകളെല്ലാവരും ഒരേ കാർഡ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 2-3 കാർഡുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ കാർഡിൻ്റെ പുറത്ത് വേണമെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ചെറിയ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടോ ചെറിയ മാർക്കിങ്ങൾ ഇതേ മഷിയിൽ തന്നെ ചെറിയ മാർക്കിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ ആ കാർഡിനെ ഒരു കോഡ് രൂപത്തിൽ ഇതിൽ അടയാളപ്പെടുത്താം. ഇപ്പോൾ ക്ലബ് ഓഫ് 3 എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ ഒരു വര എന്ന് പറഞ്ഞാൽ അവർ ആ കാർഡിനെ വേണമെങ്കിൽ വേറെ രീതിയിൽ കോഡായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇവിടെ അടയാളപ്പെടുത്തി വെക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചെറിയ അത് ശ്രദ്ധിക്കില്ല. ഇത്രയും വരകളുടെ ഈ കാർഡുകളുടെ വരകളുടെ ഇടയിൽ അതിൽ വരുന്ന ഒരു ചെറിയ വരയെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും ഈ ട്രിക്ക് ചെയ്യുന്ന ആളുടെ മൂവ്മെൻറ്റും വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും അവിടെ ഇരിക്കുന്ന ആൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എല്ലാവരും ഒരേ കാർഡ് തന്നെ ആവാനാണ് സാധ്യത. 3 ക്ലബ് ഓഫ് 3 എന്നുള്ള കാർഡ് തന്നെയായിരിക്കും എല്ലാവരും ഇവിടെ ആവാനായിട്ട് സാധ്യത. അപ്പോൾ അദ്ദേഹം ഈ കാർഡുകൾ പിന്നെ നമുക്കറിയാം, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എന്താ നടന്നതെന്ന്. ഓരോ കാർഡുകളും കാണിക്കുന്നു, ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സ്ലോവിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ക്യാമറയുടെ മുന്നിലാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരവും വളരെ ഫാസ്റ്റാക്കി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹം കാർഡ് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോവിലാണ് ഓരോ കാർഡുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-20 കഴിയുമ്പോൾ എന്തായാലും അദ്ദേഹം പറയും, സ്റ്റോപ്പ് എന്ന് പറയും. അത് അദ്ദേഹത്തിന് ഉറപ്പാണ്. എന്തായാലും ഈ ഇത്രയും 10-20 ഏകദേശം ഇതിലൊരു 50 കാർഡ് ഉണ്ടെങ്കിൽ ഒരു 30ഓളം കാർഡ് സെയിം കാർഡാണെങ്കിൽ എന്തായാലും 30 ടേൺ വരെ ഒരാൾ വെയിറ്റ് ചെയ്യില്ല എന്ന് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചിന്തിക്കാൻ എടുക്കുന്ന സമയം കൂടുതലാണെങ്കിൽ ഇദ്ദേഹവും ചിലപ്പോൾ ഇതിൻ്റെ ഷഫിൾ ചെയ്യാനുള്ള ടൈം കൂട്ടും. അതുപോലെ അദ്ദേഹത്തെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കും. പക്ഷെ ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ ആൾ കുറച്ചുകൂടി ക്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി ഇതിൻ്റെ ഇടയിലായിരിക്കും ട്രിക്ക് ഉണ്ടാവുക എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യത്തെ കാർഡ് സാധാരണഗതിയിൽ ഒരു കോമൺ സെൻസ് ആയിരിക്കുമല്ലോ, ആദ്യത്തെ കാർഡിൽ ആരും ട്രിക്ക് ചെയ്യില്ല. ആൾക്കാരെന്തായാലും 1-2 കഴിയുമ്പോൾ ആയിരിക്കും ഗസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ മെൻ്റലിസ്റ്റിൻ്റെ മുൻകൂട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തത്. ആദ്യത്തെ കാർഡ് ചിലപ്പോൾ ഫെയിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ആദ്യത്തെ കാർഡ് ഗസ് ചെയ്യുന്നു. അപ്പോൾ പ്രേക്ഷകരും വിചാരിച്ചിരിക്കുന്നത് അതുപോലൊക്കെ തന്നെയായിരിക്കും. ആദ്യത്തെ കാർഡ് എന്തായാലും അത് എക്സ്പോസ് ചെയ്യുമ്പോൾ അത് തെറ്റായിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ അദ്ദേഹം ആ കാർഡ് കാണിക്കുന്നു. അപ്പോൾ ഓൾറെഡി തന്നെ ഇദ്ദേഹം ക്ലബ് ഓഫ് 3 കയ്യിൽ നേരത്തെ തന്നെ വരച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ 2-3 കാർഡ് ഉണ്ടെങ്കിൽ ആ 3 പോസിബിലിറ്റി ശരീരത്തിൻ്റെ ഇപ്പോൾ വേണമെങ്കിൽ അതിൽ അദ്ദേഹം വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പുറത്തെ കയ്യിൽ ഉണ്ടോ എന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനായിട്ട് ഇദ്ദേഹം വേറൊരു സ്ഥലത്തും അത് എഴുതിയിട്ടില്ല എന്ന് പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ റൈറ്റ് ഹാൻഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ശരീരത്തിൻ്റെ വേറെ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവുന്നു. ചിലപ്പോൾ അങ്ങനെയും സാധ്യതയുണ്ട്. ഈ 3 കാർഡ് ഉള്ളെങ്കിൽ 3 ഭാഗത്ത് ഇപ്പോൾ നെഞ്ചത്ത് പല മാജിക്കുകളും ഇദ്ദേഹത്തിന് തന്നെ പല മാജിക്കുകളും കാണാറുണ്ട്. നെഞ്ചത്ത് എഴുതി വെക്കുന്ന ഒരു പടം വരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വർക്കൗട്ടാണ്. അപ്പോൾ ഈ കോഡ് അനുസരിച്ച് കാർഡിൻ്റെ മറുപുറത്തുള്ള കോഡ് അനുസരിച്ച് ഇയാൾക്ക് ആ കാർഡ് അദ്ദേഹം എടുത്ത ഏത് കാർഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ ഏത് ഭാഗമാണ് എക്സ്പോസ് ചെയ്യേണ്ടത് ആ ഭാഗം അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നു. ചിലപ്പോൾ നെഞ്ചത്ത് ഇന്ന കാർഡിൻ്റെ പടം വരച്ചിട്ടുണ്ടാവും. റൈറ്റിൽ ഒരു കാർഡും ലെഫ്റ്റിലൊരു കാർഡും ലെഫ്റ്റ് ഹാൻഡിൽ ഒരു കാർഡും, അങ്ങനെ ഒരു 3 പോസിബിലിറ്റി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പ്രേക്ഷകരെ തോന്നിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിമിഷമാണ് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളെ പെട്ടെന്ന് മാജിക്കിൻ്റെ ബേസിക് അത് തന്നെയാണല്ലോ. നമ്മളെല്ലാവരും മാജിക്കിൻ്റെ ട്രിക്ക് എവിടെ ഇരിക്കുന്നത് എന്ന് നോക്കിയിരിക്കുന്നിടത്തായിരിക്കില്ല യഥാർത്ഥത്തിൽ ആ ട്രിക്ക് ഇരിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അദ്ദേഹം വളരെ കൈയടക്കത്തോടു കൂടിയാണ് അത് ചെയ്തത്.
പിന്നെ നമുക്കറിയാം ഇതുപോലുള്ളൊരു പെട്ടെന്നുള്ളൊരു വളരെയധികം സമയമെടുക്കാത്തൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യേണ്ട വന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിളായിട്ട് അത് ചെയ്തു പോയത്. ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിൽ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് അനുസരിച്ച് കൊണ്ട് അവർക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാജിക് ട്രിക്കിനെ പൊളിക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി പറഞ്ഞതാണ്. ചിലപ്പോൾ ഈ പോസിബിലിറ്റി ആയിരിക്കും അദ്ദേഹം യൂസ് ചെയ്ത്, വേറെ പല പോസിബിലിറ്റി ആയിരിക്കും യൂസ് ചെയ്തത്. പക്ഷേ മെൻ്റലിസത്തിൽ ഒരിക്കലും സൈക്കോളജി പൂർണ്ണമായിട്ടും സൈക്കോളജിയോ അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ മനസ്സിലിരിക്കുന്നത് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനോ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. അതിൽ വളരെയധികം സൈക്കോളജി പഠിച്ചവരും അത്രയധികം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് പിന്നെയും ഒരു ചെറിയൊരു മൈനർ ഹിപ്നോട്ടിസത്തിലൂടെയൊക്കെ ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാനോ അല്ലെങ്കിലൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത്രയധികം കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആയിരിക്കണം. അതായത് ഇത് നടത്തുന്ന ആളുടെ പരിധിയിലിരിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിൽ വന്നിരുന്ന് വേറൊരാൾ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹിപ്നോട്ടിസത്തിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഈ ഒരു ട്രിക്കോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ട്രിക്ക് റിവീൽ ചെയ്യുന്ന ഒരു ചാനലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ചാനലോ ഒന്നല്ല, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തു എന്നുള്ളതുള്ളൂ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ റിമൂവ് ചെയ്യാനായിട്ടും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലും ചെയ്യുന്നതല്ല, നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വീഡിയോയും കൂടിയും ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. അത് വേറൊരു മെൻ്റലിസ്റ്റാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മെൻ്റലിസ്റ്റ് ആദിയുടെ ഒരു വീഡിയോ, അതും കാണാനിടയായി. അപ്പോൾ അതിലെ ഒരു ട്രിക്കും കൂടിയും നമ്മൾ ഒന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്തതെന്ന് കൂടിയും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു കോമൺ സെൻസ്.